എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കെ എസിന്റെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്താ വന്നേക്കാണ്. 6 വർഷങ്ങൾക്ക് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ. അതായത് ഇതിനു മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 2019 കോവിഡ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ കാരണം ഇതുവരെ നോട്ടിഫിക്കേഷൻ ഇത്രയും കാലം വന്നിട്ടില്ല. 6 വർഷങ്ങൾക്ക് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏജ് റിലാക്സേഷൻ ഒന്നും തന്നെ ആര് കൊടുത്തിട്ടില്ല, PSC കൊടുത്തിട്ടില്ല. ഏജ് റിലാക്സേഷൻ ഒന്നും തന്നെ PSC കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു സ്റ്റുഡന്റിന് 26 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ കുട്ടിക്ക് അന്ന് ഈ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് പോലും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാം എഴുതാൻ പറ്റത്തില്ല. കാരണം ഏജ് റിലാക്സേഷൻ ഒന്നും തന്നെ ഇവിടെ ആര് കൊടുത്തിട്ടില്ല, PSC കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ ഞാൻ വിയോജിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാലും SSC ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷകളിൽ. റെയിൽവേ ഇപ്പോൾ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ PSC മാത്രം എന്തില്ല, ഏജ് റിലാക്സേഷൻ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. മാത്രമല്ല വളരെ പെട്ടെന്നാണ് കൊണ്ടുപിടിച്ച പോലെ എന്ത് നടക്കാൻ പോകുന്നത്, പ്രിലിംസ് മെയിൻസ് എക്സാം ഒക്കെ നടക്കാൻ പോകുന്നത്. അതായത് പ്രിലിംസിനായിട്ട് ഇനി വെറും എത്ര മാസം മാത്രമേ ഉള്ളൂ. ഈ മാസം 23, അടുത്ത മാസം ഒരു 30, അത് കഴിഞ്ഞ് അടുത്ത മാസം ഒരു 14. അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ. ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, ഏപ്രിൽ, മെയ്, ജൂൺ 30, പിന്നെ 14 ഈ മാസത്തെ ബാക്കി. അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് എന്ത് ചെയ്യാൻ പറ്റണം, കവർ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞ് മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ഇന്റർവ്യൂ ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാം PSC ഇപ്പോൾ തന്നെ കൊണ്ടുവന്നേക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. ഇത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി സാധാരണ പോലെ തന്നെയാണ്. PSC വെബ്സൈറ്റ് വഴിക്ക് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞ് 3 സ്ട്രീമിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. അതിനകത്ത് സ്ട്രീം 1 എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ, അതായത് ജോലിയില്ലാതെ പഠിക്കുന്ന ആൾക്കാരാണ് സ്ട്രീം 1 എന്ന് പറയുന്നത്. സ്ട്രീം 2 ആണെങ്കിലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഗസറ്റഡ് പോസ്റ്റിലെ അല്ലാത്ത ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. സ്ട്രീം 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ഗസറ്റഡ് പോസ്റ്റിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ സാലറി സ്കെയിൽ നോക്കുക. സാലറി സ്കെയിൽ വരുന്നത് 77,200 മുതൽ 1,40,40,500 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. 77,200 മുതൽ 1,40,40,500 വരെ. ദെൻ അത് കഴിഞ്ഞ സ്ട്രീം 1-ലാകെ എത്ര വേക്കൻസി ഉണ്ട്? 11 വേക്കൻസിയാണ് ആകെ ഉള്ളത്. എന്ന് വെച്ചാൽ ടോട്ടൽ 31 വേക്കൻസി ആണുള്ളത്. അതിനകത്ത് സ്ട്രീം 1-നകത്ത് 11 വേക്കൻസി, സ്ട്രീം 2 ആണെങ്കിൽ 10 വേക്കൻസി, സ്ട്രീം 3 ആണെങ്കിൽ 10 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്ട്രീം 1 ആണെങ്കിൽ നേരിട്ടുള്ള നിയമനമാണ്. നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ 01/01/2025. അത് കഴിഞ്ഞ സ്ട്രീം 2 ആണെങ്കിൽ കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെ പ്രൊമോഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള അപ്രൂവ്ഡ് പ്രൊബേഷണറീസ് അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങളായ ഫുൾ മെമ്പേഴ്സ് ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനം. മീൻസ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ സ്ട്രീം 3 ആണെങ്കിൽ ഗസറ്റഡ് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം 2011 ഷെഡ്യൂൾ 1-ൽ പരാമർശിച്ചിട്ടുള്ള സർക്കാർ വകുപ്പുകളിൽ 1-ാം ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗം വഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രീം 3-യിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് പറയുന്നത് ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് വരുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഈ ഏജ് ലിമിറ്റിലാണ് എനിക്ക് ഒരു വിയോജിപ്പുള്ളത്. ഒരു ഏജ് റിലാക്സേഷൻ ഇപ്പോൾ കോവിഡ് കാരണം വന്ന നോട്ടിഫിക്കേഷൻ ആണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ ആണ്. സോ കൊടുക്കേണ്ട ഒരു ഏജ് റിലാക്സേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ സ്ട്രീം 1-ന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ജനറൽ ആണെങ്കിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, 37 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത സ്ട്രീം 2-ന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്ട്രീം 3 ആണെങ്കിൽ 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് 1/1/2025 50 വയസ്സ് തികയാൻ പാടില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രീം 3-യിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ക്വാളിഫിക്കേഷൻ വന്നിട്ട് എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുക. അതായത് ഈ എക്സാമിനെ കുറിച്ച് വളരെ തീവ്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഒന്ന് ആഞ്ഞു പഠിച്ചാൽ, നല്ലൊരു എഫേർട്ട്, നല്ലൊരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് വേക്കൻസി മാത്രമേ ഉള്ളൂ, പഠിക്കണോ പഠിക്കണ്ടേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് എന്ത് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു സ്റ്റുഡന്റിന് 26 വയസ്സാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പോ ഈ എക്സാം എഴുതാൻ പറ്റത്തില്ല, ഏജ് ഓവർ ആയി മാറും. ഓക്കെ, അപ്പോ ലൈഫിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഒരു എക്സാം. പ്രിപ്പറേഷൻ കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആഞ്ഞു പഠിക്കാം. അതായത് നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ള എക്സാംസ് ഉണ്ട്, അതായത് സെക്രട്ടറി ടെസ്റ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേ പ്ലസ് ഒരു എഫേർട്ടും കൂടെ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസി നോക്കണ്ട, ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ സീറ്റ് മാത്രം മതി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ തുടങ്ങാം. പിന്നെ അടുത്ത KS ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ സൂപ്പർ നോട്ട്സ് KS ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ,
നമുക്ക് കെ എസിന്റെ ബാച്ച് ഇല്ല. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറയാം. എന്തുകൊണ്ട് നമ്മൾ കെ എസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ജൂൺ 14 അതിന്റെ എക്സാം പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ മുമ്പിലുള്ളൂ. വലിയൊരു സിലബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു ദിവസം ഒരു കുട്ടിക്ക് 8 മണിക്കൂറൊക്കെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ക്ലാസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ 8 മണിക്കൂർ ഒരു കുട്ടി ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം ഫോക്കസ് ചെയ്യുക. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമുക്കൊക്കെ ഏറ്റവും നല്ലൊരു ക്ലാസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിലും ചിലപ്പോൾ നമുക്കൊരു തൃപ്തി കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് കെ എസിൻ്റെ ബാച്ച് നമുക്കില്ല. പക്ഷേ നമ്മൾ കെ എസിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഏറ്റവും ചുരുങ്ങിയ ഫീസിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജോഗ്രഫി, കെ എസിന് ഏറ്റവും മികച്ച ജോഗ്രഫിയുടെ നോട്ട്സ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് 299 രൂപയ്ക്കാണ്. അത്രയും മാത്രമേ എന്ത് വരുന്നുള്ളൂ, എമൗണ്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എക്കണോമിക്സ് നോട്ട് അതും ഏതാണ്ട് ആ ഒരു എമൗണ്ട് മാത്രമേ എന്ത് വരുന്നുള്ളൂ. ദെൻ മലയാളത്തിൻ്റെ നോട്ട്. അങ്ങനെ ഏറ്റവും മികച്ച മെറ്റീരിയൽസ് നമ്മൾ സൂപ്പർ നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോഗ്രഫി ഡ്രിപ്പ് മോഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ച് മെറ്റീരിയൽസ് ആഡ് ആയിക്കൊണ്ടിരിക്കാം. ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ മെറ്റീരിയൽസിനെ യൂസ് ചെയ്യുക. ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തീർക്കുക. ആ രീതിക്ക് നമ്മൾ കെ എസിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സൂപ്പർ നോട്ട്സിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ മെറ്റീരിയൽസ് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ മെറ്റീരിയൽസ് എങ്ങനെയാണ് വരുന്നത്, ഫുള്ള് ആദ്യം ഒരു ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്ക്, അത് കഴിഞ്ഞ് അതിന് താഴെ NCERT സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഏതൊക്കെ പോയിന്റ്സ് ആണോ ഫുള്ള് വന്നിരിക്കുന്നത് അത് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ NCERT റെഫറൻസ്, അതായത് ഈ ചാപ്റ്റർ, ഈ ടോപ്പിക്ക് ഏത് ചാപ്റ്ററിലാണ് വരുന്നത്, ഏത് ക്ലാസ് ആണ്, ഏത് ചാപ്റ്റർ ആണ് വരുന്നത്, അങ്ങനെ അതിൻ്റെ റെഫറൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡിഗ്രി ലെവലിൻ്റെ ആണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 20 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ 50 ടോപ്പിക്കുകളുടെ മെറ്റീരിയൽസിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ട്, ഈ വരുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അടുത്ത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അതിൽ കൂടുതലൊന്നും തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വരത്തില്ല. കാരണം ഫുൾ എന്താണ്, NCERT ഡീകോഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിഗ്രി പ്രിലിംസിനും നമ്മൾ ഫ്രീ ആയിട്ട് ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കെ എസിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി വേറെ റേഞ്ച് ആയിരിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യാം. പ്രിപ്പറേഷൻ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.